ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂലൈ 15 മുതൽ 17 വരെ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ 15/7/2025 നാളെയോടുകൂടി നിങ്ങളുടെ ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള എഡിറ്റ് ഓപ്ഷൻ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പം ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതുവരെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ പോയവർക്ക് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയവർക്കും നിശ്ചിത സമയത്ത് പ്രവേശനം എടുക്കാൻ സാധിക്കാത്തവർക്കും അതുപോലെ ഓൺലൈൻ അപേക്ഷയിൽ വരുത്തിയ തെറ്റുമൂലം അലോട്ട്മെൻറ്റ് പരിഗണിക്കപ്പെടാത്തവർക്കും അലോട്ട്മെൻറ്റിലൂടെ ലഭിച്ച പ്രവേശനം റദ്ദായി പോയവർക്കും പ്രത്യേകമായി ഫീസ് ഒടുക്കാതെ തന്നെ തൻ്റെ നിലവിലുള്ള ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷയിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ്. അപ്പം എപ്പോഴും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നവർ പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് നാളെ 15-ാം തീയതി നിങ്ങളുടെ എഡിറ്റ് ഓപ്ഷൻ ഓപ്പൺ ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുക. കാരണം ഇതുവരെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ടായിരിക്കാം അത് ലഭിക്കാതെ പോയത്. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, പുതിയതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും കോളേജിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കാവുന്നതാണ്. പിന്നെ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കുക. കാരണം ഇപ്പം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് ക്യാൻസലായി പോകുന്നതാണ്. പിന്നെ ഒരു തവണ അപേക്ഷ ഫീസ് ഒടുക്കിയവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വീണ്ടും ഫീസ് ഒടുക്കേണ്ടതില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്ത സീറ്റുകളിലേക്കും എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റുകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ PWD കോട്ടയിലേക്ക് അപേക്ഷിക്കേണ്ടവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ലിസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി എന്നിട്ട് കാണാം. അവിടെ നിങ്ങൾക്ക് കോളേജസ് പ്രോഗ്രാംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോളേജസ് സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല പ്രോഗ്രാംസ് ആണെങ്കിൽ പ്രോഗ്രാംസ് കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് കോളേജസ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ നമ്മുടെ ഗവൺമെൻറ് കോളേജസ്, എയ്ഡഡ് കോളേജസ്, അതുപോലെ എയ്ഡഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കോളേജസ്, അങ്ങനെ സെൽഫ് ഫിനാൻസ് കോളേജ്, അങ്ങനെ പലത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് കോളേജാണെന്ന് വെച്ചാൽ നിങ്ങൾ അതവിടെ സെലക്ട്. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഗവൺമെൻറ് കോളേജസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആ ഒരു ഗവൺമെൻറ് കോളേജുകളുടെ ലിസ്റ്റ് വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് കോളേജാണോ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് ഏത് കോളേജാണോ നിങ്ങൾ ആ ഒരു കോളേജ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫസ്റ്റ് കോളേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം അവിടെയുള്ള കോഴ്സുകൾ. ആ കോഴ്സുകളിൽ ഓരോ കാറ്റഗറിക്കും എത്ര സീറ്റ് വെച്ച് വേക്കൻ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ PA ഓണേഴ്സ് മലയാളം ഉണ്ട്. അവിടെ ജനറൽ വിഭാഗത്തിൽ 11 സീറ്റ് വരെ വേക്കൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈഴവ, മുസ്ലിം, LC, അങ്ങനെ എല്ലാ വിഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത് ഇനി എയ്ഡഡ് കോളേജസ് ആണ് നോക്കുന്നതെങ്കിൽ എയ്ഡഡ് കോളേജസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയ്ഡഡ് കോളേജസിൻ്റെ ലിസ്റ്റ് വരും. ഇവിടെ ഫസ്റ്റ് കോളേജ് DB പമ്പ കോളേജ് പരുമല ഞാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കുക, ആ കോളേജിലുള്ള കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെയും ഓരോ വിഭാഗത്തിൻ്റെയും സീറ്റ് വേക്കൻസിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കോളേജസ് വെച്ചിട്ട് എടുക്കേണ്ടത്. ഇനി അടുത്ത പ്രോഗ്രാംസ് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. നമ്മൾ വെറുതെ കുറേ കോളേജുകൾ വാരി വലിച്ച് കൊടുക്കാതെ ഈ ഒരു വേക്കൻസി ലിസ്റ്റോട് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജ് കോഴ്സുകൾ മാത്രം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 15-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഇതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് ഇപ്പം ഓൾറെഡി നിങ്ങൾ MG യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്താണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം മുതൽ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപേക്ഷാ ഫീസ് ഒന്നും നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്